ഞാൻ ഈ പ്രൊജക്റ്റിൽ വരാൻ തന്നെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സിലായി, ഒരുപാട് സ്വപ്നങ്ങളും അതുപോലെ സാറിനോടുള്ളൊരു ഇതും വിശ്വാസം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് വന്നത് ഇത്രയും ലെവലായിട്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ 5 വർഷത്തോളമായി തുടങ്ങിയിട്ട് എന്താണ് ഇത്രയും ലാഗാവാനും ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് മെയിൻലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്നത് ഒറ്റ പ്രശ്നം തന്നെ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ യൂണിറ്റി. നമുക്കൊരു യൂണിറ്റി ഇല്ല. നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ്, നമ്മൾ ഇത്രയും ഇൻവെസ്റ്റേഴ്സ്, എന്ത് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ തുടക്കത്തിൽ വന്നിരുന്നത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ എത്ര പേര് അതിൽ എഫർട്ട് എടുക്കാൻ മുന്നോട്ട് വന്നിരുന്നു. എന്തൊക്കെ കാര്യത്തിനാണ് നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നത്, ക്ലസ്റ്റർ ഉണ്ടാക്കി, ആ ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ആ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തു. ഞാനത് കോർഡിനേറ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ പറയാം. ഒരുപാട് ആൾക്കാർ നമുക്കിതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പതിയെ പതിയെ ആ കോൺട്രിബ്യൂഷൻ ഇല്ലാതായി. നമ്മുടെ യൂണിറ്റി, ആ യൂണിറ്റി ഇല്ല. നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടതാണ് ഈ പ്രൊജക്റ്റ്. എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ നിന്നാൽ ഈ പ്രൊജക്റ്റ് സക്സസ് ആണ്, ഇപ്പോഴും സക്സസ്സാണ്. നമ്മുടെ ആ ഒരു മനസ്സ് മതി. എല്ലാവരും ഫിസിക്കലി എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നില്ല. ഫിസിക്കലി പ്രസൻസ് അല്ല അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും മെൻ്റൽ സപ്പോർട്ടാണ്. എല്ലാവരും ഒരേപോലെ നമ്മളെല്ലാവരും കൂടെ യൂണിറ്റി, എല്ലാവരും കൂടെ ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെല്ലാവരും അംഗീകരിച്ച് അത് മുന്നോട്ട് പോയാൽ ഈ പ്രൊജക്റ്റ് സക്സസ് ആയി. ഇതിനത്രയും നല്ലൊരു പ്രൊജക്റ്റ് ആ കോഴിക്കോടുണ്ടോ? നമ്മൾ തന്നെ സ്റ്റഡി ചെയ്തതല്ലേ? നമ്മൾ തന്നെ സ്റ്റഡി ചെയ്തല്ലേ? അതിനുള്ള പ്രൊജക്ടുകളൊക്കെ നമ്മുടെ ടീം തന്നെ പോയി പരിശോധിച്ചതല്ലേ? ഇത്രയും പൊട്ടൻഷ്യൽ അവിടെ നിന്ന് അവിടെയുള്ള ആംബിയൻസ് വേറെ ഏത് പ്രൊജക്ടിന് കിട്ടും? ഇല്ല തീർച്ചയായും. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ചിന്തിച്ച് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ്. അത്രയും ഞാൻ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ആരെങ്കിലും പ്രവർത്തിച്ചിട്ടാണോ? ഇത് എന്താണ് ഇതിനെ ബാക്കിലേക്ക് വലിക്കുന്ന ഒരു പ്രധാന ഘടകം? എന്താണ് ബാക്കിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് മാഫിയ ഉണ്ടോ എന്ന് സംശയിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ശരിയല്ലേ? ഞാനിപ്പോ എടുത്തെടുത്ത് പറയുന്നില്ല. നമുക്കറിയാം നിരവധി കാരണങ്ങളുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും, കാരണം അത്രയും പൊട്ടൻഷ്യലാണ് ഈ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് അത്രയും പൊട്ടൻഷ്യലാണ്, അത്രയും വാല്യൂ ഉള്ള പ്രൊജക്റ്റാണ്. ഇതിന്റെ സാധ്യത മനസ്സിലാക്കുന്നവര് റിയൽ എസ്റ്റേറ്റുകാർ ഇത് തീർച്ചയായിട്ടും കളിക്കത്തില്ലേ? തീർച്ചയായും. അതൊക്കെ പുറത്ത് കൊണ്ടുവരണം. അങ്ങനെ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ നമ്മൾ ഒന്നിച്ച് നിന്നെങ്കിലേ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എന്തെങ്കിലും നമ്മൾ സ്വാർത്ഥ ലാഭത്തോടെ ഇതിനകത്ത് നിൽക്കാൻ പാടില്ല. നമുക്ക് പ്രൊജക്ട് സക്സസ് ആക്കണം, പ്രൊജക്ട് വിജയിക്കണം, അതിന്റെ ലാഭം എല്ലാവർക്കും കിട്ടും. അല്ലാതെ നമ്മൾ ഇതിനകത്ത് ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആള്, നമ്മൾ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മള് അതിന് ലാഭം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അത് നമുക്കത് ശരിയല്ല. നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് നിന്ന് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇവിടെ വേറെ ഡെവലപ്പേഴ്സ് ഇല്ല. വിജയൻ സാറ് നമ്മളെ ലീഡ് ചെയ്യുന്നു. നമ്മള് ഭംഗിയായിട്ട് എല്ലാരും കൂടെ ആ പ്രൊജക്റ്റ് കൊണ്ടുപോകുന്നു. ആ ഞാൻ വിചാരിക്കുകയാണ്, എന്നാൽ ഇതിനകത്തൊരു സാധ്യതയുണ്ട്, എനിക്കിതിനകത്ത് കുറച്ച് കോൺട്രാക്ട് എടുക്കാം എന്ന് ഞാൻ ചിന്തിച്ചാൽ ശരിക്കും എനിക്ക് ലാഭമില്ലാതെ ഞാൻ ചിലപ്പം 20 ലക്ഷം 30 ലക്ഷം അല്ലെ 1 കോടിയോ 2 കോടിക്കോ കോട്ട് ചെയ്യേണ്ട ഒരു സാധനം ഞാൻ കൂടുതൽ ചെയ്യും. അത് പാടില്ല. മനസ്സിലായി? അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് ലാഭം എടുക്കുക എന്നുള്ള സാധനം ചിന്തിക്കുക. പക്ഷെ ചിന്തിക്കാതിരിക്കുക. നമ്മൾ പക്ഷേ ഈ പ്രൊജക്ട് സക്സസ് ആക്കാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് നിൽക്കുക. അതിന്റെ പ്രോഫിറ്റ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഇതിന്റെ പ്രൊജക്റ്റിന്റെ തുടക്കത്തിൽ നല്ലൊരു സ്പീഡിലാണ് പ്രൊജക്റ്റ് പോയിക്കൊണ്ടിരുന്നത്. അതും ചെറിയൊരു കോസ്റ്റിലാണ് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെറിയൊരു ലാഗ് വന്ന മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താന്ന് പറഞ്ഞാൽ നമ്മളൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പൊ ചില നെഗറ്റീവ് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇത് ശരിയാണോ? അല്ലെ പടത്തിൽ പറഞ്ഞ പോലെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ അതേ സംഗതിയാ ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം നിരന്തരം ആൾക്കാർ നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടോ
കാരണം എല്ലാവർക്കും എല്ലാ സത്യാവസ്ഥയും അറിയത്തില്ല. അതെ കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമില്ല. എല്ലാവരോടും എല്ലാ കാര്യവും പറയേണ്ട കാര്യമില്ല. കാരണം അവിടെ ലാൻഡിൽ ആകുമ്പോൾ അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നൂലാമാലകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഓവർകം ചെയ്താണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഇതെല്ലാ നൂലാമാലകളും നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും പറയുക എന്ന് പറഞ്ഞാൽ അവർക്ക് വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കുന്നതിന് അത് ശരിയാണ്. പല കാര്യങ്ങളും പറഞ്ഞില്ല. നമ്മൾ പറയാതിരുന്നപ്പോ മറ്റു ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആൾക്കാർ അത് വിശ്വസിച്ചിട്ടുണ്ടാവും. അതാണ് പറഞ്ഞത്. വിശ്വസിച്ചപ്പോ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. അതാണ് പറഞ്ഞത്, സാധാരണക്കാരനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതാണ് അവർക്ക് പ്രൊഫഷണലല്ല വന്നിരിക്കുന്നത്. ചിലപ്പോൾ അവരെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് മാത്രമായിട്ട്, കാരണം സാറിനെ വിശ്വസിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഏതൊരു പ്രൊജക്ട് നോക്കി കഴിഞ്ഞാലും നമ്മൾ നോക്കുമ്പോൾ 8-9 വർഷത്തോളാണ് വരുന്നത്. ഇപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു 3-4 വർഷം നല്ലൊരു ഗ്രോത്താ വന്നിരിക്കുന്നത്. അപ്പൊ സാർ പറഞ്ഞ പോലെ അവിടെ ഒരു നാച്ചുറൽ ഗ്രോത്ത് ഉണ്ട്. കോഴിക്കോട് ടൗൺ ആണ് പന്തിരാങ്കാവ്. അവിടെ ഇത്രയും നല്ലൊരു ഉണ്ട്, അവിടെ ആ ഗ്രോത്ത് ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് ഒന്നിച്ച് നിന്നാൽ, നമ്മൾ ഒരേ മനസ്സോടെ നിന്നാൽ അവിടെ ആ ഗ്രോത്ത് ഇനിയും ഉണ്ടാക്കിയെടുക്കാം. ഉണ്ട്, ഇല്ലാതില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യൂണിറ്റി ഇല്ലാതായി പോയതാണ്. പക്ഷെ ഇപ്പൊ ഭാഗ്യവശാൽ ഇപ്പൊ എല്ലാം കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി വന്നിട്ടില്ലേ. ഇപ്പൊ അവിടെ പ്ലോട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനും, അവിടെ മറ്റ് പ്രശ്നങ്ങൾ, വീട് വെപ്പ് തുടങ്ങി. ഇപ്പൊ നല്ല സീനാണ്. ഇപ്പൊ അവിടുത്തെ സാഹചര്യം നല്ലതാണ്. ഇപ്പോഴെങ്കിലും നമ്മളെല്ലാരും കൂടെ നിന്ന് വിജയൻ സാറ് സ്വപ്നം കണ്ട ആ നിലയിലേക്ക് എത്തിക്കണം. അതാണ് വേണ്ടത്. അതായത് ഓരോരുത്തരും മുന്നോട്ട് വന്ന് ഇതിൽ ഓരോ ഇൻവെസ്റ്റേഴ്സും നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് ഇത്രയും ആൾക്കാരുള്ളൂ അല്ലേ. ഇത്രയും ആൾക്കാരുള്ള ഒരു പ്രൊജക്റ്റില് ഈ ആൾക്കാര് കൺഫ്യൂഷൻ ഉണ്ടാക്കുക സ്വാഭാവികമാണ്. നമ്മൾ അവരെയൊക്കെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടാസ്ക്. എന്നാൽ തന്നെയും അത്രയും നമ്മൾ എല്ലാരെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുവരിക തന്നെ വേണം. ഇതൊരു യൂണിറ്റിയാണ്. നമ്മൾ ഒന്നിച്ച് താമസിക്കേണ്ട. നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? വാർദ്ധക്യമായാലും വിജയൻ സാറിന്റെ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു നമുക്ക് വേണ്ടി അതിനുള്ള ഒരു കമ്മ്യൂണിറ്റി. അതെ. എന്ത് വന്നാലും നാളെ വാർദ്ധക്യം, നമ്മൾ ഏത് സ്റ്റേജിലെത്തിയാലും ഇനിയൊരു നമുക്ക് ഒരു അസുഖം വന്ന് കിടപ്പിലായാൽ പോലും അവിടെ അതിനൊരു സംവിധാനം ഉണ്ട്. അതേ രീതിയിലാണ് അദ്ദേഹം അത് പ്ലാൻ ചെയ്തേക്കുന്നത്. മുന്നോട്ട് പോകേണ്ടത് അത് സാക്ഷാത്കരിക്കണം. അതിന് നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് ചേരണം. അല്ലാതെ ചെറിയ ചെറിയ കൺഫ്യൂഷനും ചെറിയ ചെറിയ ഈ തർക്കങ്ങളും ഇതൊക്കെ അതൊക്കെ ഇതിലുള്ളതാണ്. എല്ലാം കൂടെ അല്ല, അതെ ഇപ്പൊ എനിക്ക് തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. വന്ന് സംസാരിച്ച് ഇതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഓരോരുത്തരും വന്ന് ഓപ്പണായി സംസാരിച്ച് അവർക്ക് എന്താണ് സംശയങ്ങളുള്ളത് തീർത്തുകൊണ്ട്, കാരണം ഓരോരുത്തരും കാര്യങ്ങളാണ് എന്നുള്ള രീതി. കാരണം ഇത് ഇൻവെസ്റ്റ് ചെയ്തത് നമ്മളാണ്. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ വന്ന് ഇവിടെ ഓപ്പണായിട്ട് സംസാരിക്കുക. കാര്യങ്ങൾ വിശാലമായൊരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ബ്ലാക്കിലല്ലാതെ എന്തെങ്കിലും പരിപാടി നടക്കില്ല. ആൾക്കാരോട് പറഞ്ഞ നമ്മള് ബ്ലാക്കില്ലാതെ റിയൽ എസ്റ്റേറ്റ്. പക്ഷെ ഇന്ന് നമ്മൾ അതിനെ മാറ്റി കുറിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൽ, എനിക്കറിയില്ല, കേരളത്തിൽ പൂർണ്ണമായിട്ടും വൈറ്റ് എല്ലാ മണി അക്കൗണ്ട് ത്രൂ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന, നമ്മളിപ്പോ ഇൻകേസ് പ്ലോട്ട് സെയിലായി കഴിഞ്ഞാലും ധൈര്യപ്പെട്ട് നമുക്കത് ഇന്ന് ചെയ്യാം. കാരണം ഇന്ന് വരെ നമ്മളോട് സാറ് പഠിപ്പിച്ചിട്ടുണ്ടോ ബ്ലാക്കിൽ ചെയ്യണമെന്ന്? എല്ലാം അടയ്ക്കേണ്ടത് ടാക്സും കൊടുത്ത് ഇത്രയും വൈറ്റ് മണിയിൽ, ഫുള്ള് വൈറ്റില് 1% പോലും നമ്മൾ ബ്ലാക്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ അല്ലാതെ നമ്മൾ കൊടുത്തിട്ടില്ല. ഒരാളുടെ കയ്യിൽ നിന്നും പൈസ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചിട്ടില്ല. പിന്നെന്താണ് കറക്റ്റ്? ഇത്രയൊക്കെ നല്ലൊരു പ്രൊജക്റ്റില് ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ മാത്രം ഒറ്റപ്പെടുത്തുക. 99% ആൾക്കാരും ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പൊ പിന്നെന്താ പ്രശ്നം? ആ യൂണിറ്റി നമുക്ക് നിലനിർത്തണം. ആ യൂണിറ്റി ഉണ്ടെങ്കിൽ ഈ പ്രൊജക്ട് കേരളത്തിൽ തന്നെ മാതൃകയാകും. കാരണം ഇത്രയും ആൾക്കാർ കൂടിയ ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ സാധ്യമാണോ? നമ്മൾ ചിന്തിക്കും. സാറ് പറയുന്നത് ഇപ്പൊ ഒരു ചെറിയൊരു പെർസെന്റേജ് ആൾക്കാർ മാത്രമാണ് ഇതിനെ മുന്നോട്ട് പോകാൻ. അതിപ്പോ ഏത് പ്രോജക്റ്റിലാണ് ആൾക്കാരുണ്ടാവുമല്ലോ. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കി നിർത്താൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ അവരെ തിരുത്താൻ പറ്റണം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഒന്നെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയാണ്, അവർ ഈ പറഞ്ഞു നടക്കുന്ന അവരുടെ തെറ്റിദ്ധാരണയാണ്. നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ കൂടെ ഉള്ളവരാണ്. അവർക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നാളെ അല്ലെങ്കിൽ തിരുത്തുന്ന ഒരു സമയം ഉണ്ടാവും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നാളെ അവര് വരും. കാരണം ഒന്നെങ്കിൽ അവര് അന്ധമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുക,
അത് തിരുത്തും. അവർ നാളെ തിരുത്തി അവർ നേരെ വരും നമ്മുടെ അടുക്കലെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് അവർ വന്നു കഴിഞ്ഞാലും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തീർക്കാവുന്നതുള്ളൂ. അല്ല, അവര് വന്നാലും ഇല്ലെങ്കിലും പ്രൊജക്ട് സക്സസ് ആവും. ഒരു കാര്യം, കാരണം നമ്മുടെ ഭാഗത്ത് എന്താണ് എല്ലാം, നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ട്, ഇത്രയും ആംബിയൻസ് ഉള്ള ഒരു പ്രൊജക്ട്, ഇത്രയും ഭംഗി, ഇത്രയും നല്ല പ്രൊജക്ട് അവിടെ ഉണ്ട്, ഇത്രയും വാല്യൂ ഉള്ള ഒരു പ്രൊജക്ട് ഇപ്പൊ തന്നെ അത് സക്സസ് ആണ്. ഇനിയിപ്പോ അവിടെ വില്ലയുടെ പണി സ്റ്റാർട്ട് ചെയ്തു, ഇനി ബാക്കി 1 by 1 അവിടെ പണി മുന്നോട്ട് ഓരോ സ്റ്റേജും കഴിഞ്ഞ് മുന്നോട്ട് വരും. ഇത് സക്സസ് ആവും, നമ്മളൊക്കെ ഒന്നിച്ചവിടെ താമസിക്കും. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. വിജയൻ സാറ് കണ്ട സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാണ്, സംശയമില്ല. എന്തായാലും നല്ലത് വരുന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാതും പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ എന്നുള്ള രീതിയിൽ ഒന്നിച്ച് നിൽക്കുക, എല്ലാവരും ഒന്നിച്ച് നിൽക്കുക. അതിന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നേരിടുക, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഭിന്നിച്ച് അതും ഇതും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഭിന്നിച്ച് നിൽക്കുക അല്ല വേണ്ടത്. അതെ, കറക്റ്റ്. എന്നെ കൊണ്ടാവുന്നത് ഞാനും എല്ലാരും അതേപോലെ ഫിസിക്കലി പറ്റില്ലെങ്കിൽ മെന്റലി സപ്പോർട്ട്, ഇതൊക്കെയാ വേണ്ടേ. യു വിൽ ട്രൈ യുവർ ബെസ്റ്റ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.